ഹായ് ഫ്രണ്ട്സ്, കോവയ്ക്കും വിളമ്പിപ്പുളിയും വെച്ച് നല്ലൊരു അടിപൊളി ടേസ്റ്റി കറി ഉണ്ടാക്കാം. രുചി എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ രുചിയാണ്. കണ്ടു നോക്കൂ. കറിയുടെ മുഖ്യധാരൻ തേങ്ങയും ജീരകവും വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കോവയ്ക്ക, ആവശ്യത്തിന് കോവയ്ക്ക നീളത്തിൽ ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒപ്പം വിളമ്പിപ്പുളി കൂടി അരിയണം. വിളമ്പിപ്പുളിക്ക് ഞങ്ങൾ പാലക്കാട്ടുകാർ പറയുന്നത് ഇരുമ്പാമ്പുളി എന്നാണ്. പുളിക്ക് പകരം ഇരുമ്പാമ്പുളി ഇട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും. കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ, പുളിങ്കറികൾ അങ്ങനെയുള്ളതൊക്കെ പുളിക്ക് പകരം ഇരുമ്പാമ്പുളി കൂടി ഇട്ട് വെക്കാം. ഇരുമ്പാമ്പുളി കിട്ടുന്നവർ ഇത് വെച്ച് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. രുചിക്കായി 2-3 പച്ചമുളക് കൂടി അരിയണേ. അപ്പോൾ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം. ഒരു മൺചട്ടി അല്ലെങ്കിൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉലുവ കൂടി അതിലേക്ക് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വിളമ്പാമ്പുളിയും കോവയ്ക്കയും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യമായ പൊടി കൂടെ ചേർക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. എല്ലാം കൂടെ മിക്സ് ആവട്ടെ. പൊടി ഐറ്റംസും കോവയ്ക്കയും വിളമ്പിപ്പുളിയും എല്ലാം കൂടെ മിക്സായ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. പൊടിയുപ്പ് ആണെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ചേർക്കാം. മിക്സിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ കഴുകി ഇതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയേ. അതീവ രുചികരമായ കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു മീൻ പൊളിയുടെയൊക്കെ മണം വരും. പക്ഷേ വെജിറ്റേറിയനാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്